മുത്തച്ഛ, ഈ പ്രാവശ്യം വിഷുവിന് എന്താ പരിപാടി? അതല്ല, വിഷുവായിട്ട് പടക്കം വാങ്ങണ്ട. അതാണോ? അത് മോള് പേടിക്കണ്ട. ചേലക്കര തോന്നൂർക്കരയിൽ റോയൽ ഗ്രൂപ്പ് ഈ പ്രാവശ്യം വിഷുവിന് നമ്മൾക്ക് അവിടെ നിന്നും ആവാം. അപ്പൊ ഈ പ്രാവശ്യം വിഷു അടിപൊളിയല്ലേ? ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ എന്നറിയാൻ കേരളം ഇനി മെയ് 4 ചേലക്കരയിൽ 78.79% വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഭരണ തുടർച്ചയോ അതോ ഭരണമാറ്റമോ എന്ന നിർണായക ചോദ്യത്തിന് ഉത്തരമറിയാൻ ഇനി 24 ദിനങ്ങളുടെ കാത്തിരിപ്പ്. പോളിംഗ് ബൂത്തുകൾ അടഞ്ഞതോടെ സംസ്ഥാനത്തെ മുന്നണികളെല്ലാം ഇപ്പോൾ കണക്ക് കൂട്ടലുകളുടെയും നിഗമനങ്ങളുടെയും തിരക്കിലാണ്. സംസ്ഥാനത്ത് മൊത്തം 78.20% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ചേലക്കര മണ്ഡലത്തിൽ 78.79% വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. വോട്ടെടുപ്പ് പൂർത്തിയായതോടെ പ്രചരണത്തിന്റെ ആവേശ തിരക്കുകളിൽ നിന്നും സ്ഥാനാർത്ഥികൾ വിശ്രമത്തിലേക്ക് മാറിയെങ്കിലും പാർട്ടി കേന്ദ്രങ്ങളിൽ വോട്ട് വിഹിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. ഉയർന്ന പോളിംഗ് ശതമാനം തങ്ങളെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം പ്രകടമാണെന്നും UDF തരംഗത്തിലൂടെ ഭരണമാറ്റം ഉറപ്പാണെന്നും പ്രതിപക്ഷം അവകാശപ്പെടുന്നു. എന്നാൽ 1987 റെക്കോർഡ് പോളിംഗ് നടന്നപ്പോൾ LDF വിജയിച്ച ചരിത്രം ചൂണ്ടിക്കാട്ടിയാണ് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം. തുടർച്ചയായ 3ാം തവണയും അധികാരത്തിലെത്തുമെന്നും ജനങ്ങൾ തങ്ങൾക്കൊപ്പമാണെന്നും LDF കണക്കുകൂട്ടുന്നു. ഇത്തവണ നിയമസഭയിൽ 1ലേറെ സീറ്റുകൾ നേടി കരുത്ത് തെളിയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്. വരും ദിവസങ്ങളിൽ കൃത്യമായ കണക്കുകൾ പുറത്തുവരുന്നതോടെ രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തമാകും. ന്യൂസ് ഡെസ്ക് CCV.